ഈ ഒരു വർഷം നിങ്ങൾ iPhone 12 എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ ഒരു iPhone 12 ഈ ഒരു വർഷം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിട്ട് പറയുമ്പോൾ ചെറിയൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 10K ഫാമിലിയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കണ്ട. ഇതുപോലെ യൂസ്ഫുൾ ടെക്നോളജി റിലേറ്റഡ് കണ്ടൻസ് ആണ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് ഈ ഒരു 12ൻ്റെ റിവ്യൂലോട്ട്. 2020 ഈ ഒരു iPhone 12 ആപ്പിൾ ലോഞ്ച് ചെയ്ത് ഇപ്പോൾ ഏകദേശം 4 ഇയേഴ്സ് കഴിഞ്ഞ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ട് ഈ ഫോണിൻ്റെ ഡിസൈനും ബിൽഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ iPhone 11 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആ ഒരു പാറ്റേൺ തന്നെയാണ് ക്യാമറ മൊഡ്യൂൾ കാര്യങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. iPhone 11 നിന്ന് 12 വരുമ്പോൾ ജസ്റ്റ് ഒരു ബോക്സി ഡിസൈൻ ആക്കി എന്നുള്ള ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. അലുമിനിയത്തിൻ്റെ ഫ്രെയിം ഈ ഒരു 12നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ബിൽഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എൻ്റയർലി ഡിസൈനിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 11 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ബോക്സി ഡിസൈൻ എന്നുള്ള ഫാക്ടർ മാത്രമാണ് 12 വന്നപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നത്. വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഡിസൈനിൻ്റെ ഭാഗത്ത് ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഈ ഒരു 12 സീരീസ് 64 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിന് വെയിറ്റ് വരുന്നത്. ഓവർ വെയിറ്റ് ഒന്നുമല്ല. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു വെയിറ്റ്ലെസ് ഫോൺ എടുക്കുന്നൊരു ഫീല് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒന്നും ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഫോൺ വെള്ളത്തിൽ വീണാലും ഇഷ്യൂ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. സോ IP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓവറോൾ നല്ലൊരു ബിൽറ്റ് ആൻഡ് ഡിസൈൻ തന്നെ ആപ്പിൾ ഈ ഒരു ഫോണിനും കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റം എന്ന് പറയാനായിട്ട് iPhone 11 ഈ ഒരു ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ബോക്സി ഡിസൈൻ എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡിസൈനിൽ മാറ്റവും കാര്യങ്ങളൊന്നും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. 6.1 ഇഞ്ചിൻ്റെ ഓരോ ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ ആപ്പിൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം iPhone 11 LCD ഡിസ്പ്ലേ ആയിരുന്നു. സോ 12 വന്നപ്പോൾ അത് ഓരോ സ്ക്രീനാക്കി തന്നിട്ടുണ്ട്. 60 ഹെർട്സ് മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ 60 ഹെർട്സ് ആണെന്നുള്ള ഫീലോ കാര്യങ്ങളൊന്നുമില്ല. സ്മൂത്ത് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടും. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിതൊരു ബഗ്ഗോ ഗ്ലിച്ചോ ഡിസ്പ്ലേ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല. ഇതുവരെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഗെയിമിംഗ് ആണെങ്കിലും മീഡിയ സ്ട്രീമിംഗ് ആണെങ്കിലും രണ്ടും നല്ല രീതിക്ക് തന്നെ ഡിസ്പ്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ യൂട്യൂബ്, ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിലും നല്ല രീതിക്കുള്ള കളേഴ്സ്, കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. ഇനിയിപ്പോൾ OTT പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് HDR കണ്ടൻസൊക്കെ ഈസിലി ഈ ഒരു ഫോണിൽ കൂടെ സ്ട്രീം ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഒന്നും ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. സോ ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഡിസ്പ്ലേ പെർഫോമൻസ്. 625 നിറ്റ്സാണ് ഈ ഒരു ഫോണിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്. ഇൻഡോർ നമുക്ക് നല്ല രീതിക്ക് തന്നെ വിസിബിൾ കാര്യങ്ങളൊക്കെയാണ്. ഫുൾ ബ്രൈറ്റ്നസ് ആണെങ്കിലും ബ്രൈറ്റ്നസ് പകുതി ഇട്ടാലും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇൻഡോറിൽ വിസിബിൾ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് കുറച്ചൊരു നെഗറ്റീവ് തോന്നിയത് ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകുമ്പോഴാണ് ആ ഒരു ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ലെവൽ അത്രയ്ക്ക് പോരാന്ന് തോന്നിയത്. ചില സമയത്ത് നമുക്ക് സ്ക്രീൻ വിസിബിൾ ആവാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ അതാണ് ബ്രൈറ്റ്നസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു പോരായ്മ എന്ന് ഈ ഒരു ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്ന് പറയാനായിട്ടുള്ളൂ. A14 ബയോണിക് ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ചിപ്സെറ്റിനെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇനി BGMI, ഫ്രീ ഫയർ, PUBG ഏത് ഗെയിമും നിങ്ങൾക്ക് നല്ലൊരു ഗ്രാഫിക്സിലിട്ട് കളിക്കാനായിട്ട് പറ്റും. 60 FPS ഒക്കെ സുഖമായിട്ട് സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ നോർമൽ ടാസ്ക് ഒക്കെ ഈസി ആയിട്ട് ഈ ഒരു ഫോണിൽ കൂടെ നടന്നു നോക്കുകയുള്ളൂ. കാരണം അത്രയ്ക്കും പെർഫോമൻസ് തരുന്നൊരു ചിപ്സെറ്റാണ് A14 ബയോണിക് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അത്യാവശ്യം വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 4Kയിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. സോ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് ഈ ഒരു ചിപ്സെറ്റ്. നല്ലൊരു പ്രൈസ് ഈ ഒരു ഫോൺ കിട്ടുവാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഫോണിൻ്റെ iOS വേർഷനിലോട്ട് വരുവാണെങ്കിൽ iOSൻ്റെ ലേറ്റസ്റ്റ് iOS 17 നമുക്ക് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ നമുക്ക് ഇറങ്ങാൻ പോകുന്ന iOS 18 തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൽ വരുന്നുണ്ടാവും. ഐഫോൺസിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു iPhone 12ൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുവാണെങ്കിൽ 12 മെഗാ പിക്സലിന് തന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. സോ 12 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് സെൻസറും 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് സെൻസറുമാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. പിന്നെ OSൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി റിയർ വീഡിയോ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 4K 60 ആണ് മാക്സിമം വരുന്നത്. പിന്നെ 1080 240 FPS സ്ലോമോ വീഡിയോ സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയായിട്ട് വരുമ്പോൾ 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ പെർഫോമൻസ് എന്ന് പറയുന്നത് 4K 60 FPS തന്നെയാണ്. സോ ഫ്രണ്ടിലും ഒബ്വിയസ്ലി 4K എന്തായാലും സപ്പോർട്ട് ചെയ്യും. കാരണം പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാമറ പെർഫോമൻസ് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെച്ച് എടുക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ നോർമൽ സെറ്റിങ്സിലുള്ള ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. സോ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫോട്ടോ കിട്ടുന്നുണ്ട്. നല്ല രീതിക്കുള്ള കളേഴ്സ് അതുപോലെ തന്നെ
കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇതാണ് ഒരു നൈറ്റ് വ്യൂ ഫോട്ടോ എടുത്തത്, ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൻ്റെ അടുത്ത ഫോട്ടോയാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറച്ച് പോർട്രേറ്റ് ഫോട്ടോ സാമ്പിൾസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പോർട്രേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല രീതിക്ക് തന്നെ നമുക്ക് തരുന്നുണ്ട്. ആ ഒരു പോർട്രേറ്റ് കട്ടിങ് എന്നൊക്കെ പറയുന്നത് നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് തരുന്നുണ്ട്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. സോ ഓവറോൾ ഫോട്ടോയൊക്കെ നല്ല രീതിക്ക് തന്നെ തരുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ ബെസ്റ്റ് തന്നെയാണ്. നിങ്ങളൊരു വ്ളോഗിങ് പർപ്പസ് അല്ലെങ്കിൽ ഒരു റീൽ അല്ലെങ്കിൽ ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. നല്ല രീതിക്കുള്ള വീഡിയോ പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് ഏകദേശം 4 years ആയിട്ടുണ്ട്. സോ ഇപ്പോഴും നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ടോപ്പ് ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾ റീൽസ് അതുപോലെ തന്നെ വ്ളോഗ് കാര്യങ്ങൾക്ക് ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 12 ഒക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നല്ല ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഫോണിൽ നമുക്ക് ഈ ഒരു ടൈമിലും കിട്ടുന്നുണ്ട്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോണിൻ്റെ ബാറ്ററിയുടെ സൈഡിലായിട്ടാണ്. ഈ ഒരു ഫോണിൽ എങ്ങനെയുണ്ട് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി വന്നിട്ടുള്ളത് 2815 mAh ആണ്. ഈ ഒരു iPhone 12 ആപ്പിൾ കൊടുത്തിട്ടുള്ള ബാറ്ററി. നമുക്കറിയാം 20 വാട്ടിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു മാറ്റം അന്നുമില്ല എന്നുമില്ല, ഇപ്പോഴും ഒരേ സെയിം രീതി തന്നെ. പിന്നെ വയർലെസ് ചാർജിങ്ങിന് സപ്പോർട്ട്, ഗ്ലാസ് പാക്ക് ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി വയർലെസ് ചാർജിങ്ങിന് സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 8 hours ഒക്കെയാണ് മാക്സിമം ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ലൈറ്റ് യൂസറാണെങ്കിൽ നിങ്ങൾക്കൊരു 1 day എന്തായാലും തയ്ക്കാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു ദിവസം 2 തവണയെങ്കിലും തീർച്ചയായിട്ടും ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഒരു iPhone 12 ഈ ഒരു 2024 ബെസ്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബെസ്റ്റ് തന്നെയാണ്. വേറൊരു പോരായ്മ കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ആകെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത് ബാറ്ററിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ആ ഒരു ഫീൽ, ആ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നുന്നത്. അല്ലാത്ത പക്ഷം ഡിസ്പ്ലേ അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ, ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ ഇപ്പോഴും ഈ ഒരു ഫോണിൽ നല്ല പെർഫോമൻസ് തരുന്നുണ്ട്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 12 എടുക്കാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 5G, ഒബ്വിയസ്ലി 5G ഐഫോൺ സ്റ്റാർട്ട് ചെയ്യുന്ന 12 സീരീസ് തൊട്ടാണ്. സോ നിങ്ങൾ iPhone 12 എങ്കിലും മാക്സിമം ഇനി അങ്ങോട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കുറേ അധികം iPhone Xന് താഴെയുള്ള ഫോൺസ് ഇപ്പോൾ ഗൂഗിൾ പേയുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് 12 എങ്കിലും എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ആദ്യമായിട്ടൊക്കെ ഒരു iPhone മേടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ iPhone 12 എടുക്കുന്നത് തന്നെയായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം 5G തന്നെയാണ് മെയിനായിട്ട് ഞാനിവിടെ എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ചധികം അഡ്വാൻറ്റേജ് നമ്മൾ 11 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ OLED സ്ക്രീൻ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസൈനിലുള്ള മാറ്റം വരുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 2024 ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ iPhone 12 ആണ്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് ആണ്. ഞാനൊരു സെക്കൻഡ് മാർക്കറ്റിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു 30,000 അണ്ടറിൽ 64GB വേരിയൻ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു 128 ഒന്നും ഐഫോണിൽ തികയില്ല, നമുക്ക് ഇൻസഫിഷ്യൻ്റ് ആണ് ആ ഒരു സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഒരു 256 ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രഷ് നമുക്ക് ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം സ്റ്റോക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ സെക്കൻഡ് മാർക്കറ്റിൽ നിന്നാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ ഒരു 256GB അത്യാവശ്യം നല്ല പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാറ്ററി എന്ന് പറയുന്നത്, ബാറ്ററി റീപ്ലേസ്ഡ് ആണോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. സോ സെക്കൻഡ് ഹാൻഡ് ഐഫോൺസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതിന് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബാറ്ററി ഹെൽത്ത് നിർബന്ധമായിട്ടും ഒരു 90 എബോവ് കിട്ടുവാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഒരു 85 എബോവ് എങ്കിലും ബാറ്ററി ഹെൽത്തുള്ളൊരു ഫോൺ ചൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ iPhone 12 ഇപ്പോഴും ഒരു നല്ല ഡിവൈസാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു മികച്ചൊരു ഇൻട്രസ്റ്റിംഗ് ടെക് വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ.